ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാനൊരു അമ്പലത്തിലേക്ക് പോവാം കേട്ടോ. ഞാൻ മാത്രമല്ല, ഞാനും അമ്മ, ഗീതുട്ടിയും മിന്നുട്ടി പൊന്നും ഒക്കെ ഉണ്ട്. അപ്പം ഇവിടുന്ന് ഞാനും മക്കളും മാത്രമേ പോകുന്നേ ഉള്ളൂ. അപ്പം ഏത് അമ്പലമെന്ന് വെച്ചാൽ പേടിയാട്ട് ആണ്. കടലുണ്ടി എടച്ചിറ അവിടെയാണ് കേട്ടോ അമ്പലം ഉള്ളത്. നമ്മൾ കടലുണ്ടി വാത്സവം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് നടക്കുന്ന അമ്പലത്തിലേക്കാട്ടോ പോണത്. അപ്പോൾ ഇവിടെ ഇറങ്ങുന്ന വീഡിയോയും ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നേ. കാരണം റിത്തൂസ് സ്കൂളിൽ വിട്ട് വന്ന് അവനെ വേഗം മേലെഴുതിച്ച് ഫുഡ് കൊടുത്ത് നമ്മളപ്പോഴേക്ക് റെഡി ആയിട്ട് നിന്ന് അവനെ പെട്ടെന്ന് ഹറി ബറിയായിട്ട് അങ്ങോട്ട് തിരക്ക് പിടിച്ചാണ്ട് പോയതാണ്. അപ്പോൾ ഞാൻ ഏകദേശം ഫറോക്കിലൊക്കെ എത്തിയപ്പോഴാണ് വീഡിയോ എടുക്കേണ്ട ഒരു ഓർമ്മ. അപ്പോൾ ഫറോക്കിലെത്തിയ മുതൽ ബാക്കിയുള്ള വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി അധികം പറഞ്ഞ് ബോറടിപ്പിക്കണില്ല. അപ്പം എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ ഞാൻ ഫറൂഖ് സ്റ്റാൻഡിലെത്തിയപ്പോൾ തന്നെ അവിടെ ഭയങ്കര തിരക്കായിരുന്നേ. കാരണം സ്കൂളിൽ വിടുന്ന സമയവും ജോലി കഴിഞ്ഞ് ഇറങ്ങുന്ന സമയമൊക്കെ അല്ലേ എല്ലാവരും. ബസ്സിലാണെങ്കിൽ അതിലും വലിയ തിരക്ക്. എങ്ങനെയൊക്കെയോ ഞാൻ ബസ്സിൽ കയറി. കുട്ടികളുള്ളതുകൊണ്ട് എനിക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നേ. ആരൊക്കെയോ എനിക്ക് എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു സീറ്റിൽ എന്തായാലും ഇരുന്ന്. അങ്ങനെ അവിടെ എത്തിയപ്പം തന്നെ ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെ ബസ് നിർത്തും. പൊന്നും അമ്മയും ഗീതുട്ടിയും മിന്നുട്ടിയൊക്കെ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നേ. ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എത്തിയത്. വിളക്ക് തെളിക്കുന്നതിന് മുന്നേ അവിടെ എത്തണം എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഞാൻ ലേറ്റ് ആയല്ലോ. ഇവിടെ ഇരിക്കുന്ന ഈ ഒരു സംഭവമൊക്കെ ഈ കൊല്ലം ഉണ്ടാക്കിയാണ് തോന്നുന്നു. കഴിഞ്ഞ കൊല്ലം കണ്ട ഒരു ഓർമ്മയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ വേഗം തന്നെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടോ. ഇവിടെ പേടിയാട്ട അമ്പലം എന്നാണ് പറയുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടുത്തെ ദൈവം പേടിയാട്ടമ്മയാണ് കേട്ടോ. കടലുണ്ടി വാത്സവം ഒരുവിധം എല്ലാവർക്കും കേട്ടിട്ടുള്ള ഒരു ഉത്സവമാട്ടോ. മലബാർ ഉത്സവങ്ങൾക്ക് തന്നെ തുടക്കം കുറിക്കുന്ന ഒരു ഉത്സവമാട്ടോ കടലുണ്ടി വാത്സവം. അതിവിടെ ആട്ടോ നടക്കുന്നത്. ഇതിൻ്റെ ഐതിഹ്യങ്ങളും കടലുണ്ടി വാത്സവമൊക്കെ കാണിച്ചിട്ടുള്ള ഒരു വ്ളോഗ് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടോണേ. അങ്ങനെ ഞങ്ങളവിടെ വെളിച്ചെണ്ണയും ചന്ദനത്തിരിയും തിരിയൊക്കെ വെച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ചു കേട്ടോ. ഇവിടേക്ക് വരുമ്പോൾ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ. ഈ അമ്പലത്തിൻ്റെ ചുറ്റുവട്ടവും ഈ അമ്പലമൊക്കെ. പൊന്നിവിടേക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. അവളോട് ഞാനിങ്ങനെ ഇവിടുത്തെ കഥയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടാട്ടോ തൊഴണത്. അങ്ങനെ ഞങ്ങളെല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിച്ച് തൊഴുത് ഒക്കെ ഇങ്ങോട്ട് പോന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു നേരത്തെ ഒക്ടോബർ 21 കടലുണ്ടി വാത്സവം. പറഞ്ഞല്ലോ അല്ലേ, ഞാൻ മറന്നുപോയി. അങ്ങനെ എൻ്റെ മിന്നുട്ടി കുറച്ച് ഷോ ഒക്കെ കാണിക്കുന്നുണ്ട്. ഇവളാണ് എനിക്ക് മെയിൻ വീഡിയോ എല്ലാം എടുത്തു തരും കേട്ടോ യൂട്യൂബിൽ. ഇപ്പോൾ പൊന്നു വന്നുകൊണ്ട് പൊന്നും എടുത്തു തരും, ഗീതുട്ടി എടുത്തു തരും കേട്ടോ. അപ്പം എൻ്റെ മോൻ്റെ ബാഗ് താങ്ങി പിടിച്ച് പോകുന്നുണ്ട്. അപ്പം എന്താണെന്ന് ഞാൻ അവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു അവൻ്റെ കളി നോട്ടുണ്ട് ബാഗിൽ നിന്ന്. കാരണം കളിക്കുന്നൊരു നോട്ടുണ്ടല്ലോ, ക്യാഷ്, അതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിടിച്ചത് അമ്മയെന്നാണ് പറഞ്ഞത്. അങ്ങനെ പിന്നെ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ കോട്ടക്കടവിലേക്ക് നടന്നാട്ടോ പോയത്. ഇവിടെ നിന്ന് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. പിന്നെ കോട്ടക്കടവിൽ നിന്ന് ഞങ്ങൾ ഓട്ടോറിക്ഷയ്ക്ക് പോകാമെന്നാട്ടോ വിചാരിച്ചേ. അങ്ങനെ അവിടെ എത്തി. ഓട്ടോ സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അവിടെ എത്തിയാൽ പിന്നെ മക്കളെ കാര്യം പറയണ്ടല്ലോ. റിനുമോള് വേഗം ഓടിക്കയറി അവൾക്കൊരു ഫ്രൂട്ടി എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട്. ഋത്തൂര് പിന്നെ മറ്റേ ചോക്കോബാറാണ് വേണമെന്ന് പറഞ്ഞ്. അതൊക്കെ പിന്നെ ഞങ്ങൾ എല്ലാവർക്കും കൂടെ വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ബില്ലൊക്കെ ആക്കി. ഇതിൻ്റെ അടുത്ത് തന്നെ കേട്ടോ ഓട്ടോ സ്റ്റാൻഡ്. അങ്ങനെ ഗീതുട്ടിയും മിന്നുട്ടിയും പ്രബോധിനി അങ്ങാടിയിൽ ഇറങ്ങും കേട്ടോ. അവരോട് വീട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ട് പാപ്പൻ രാത്രി വന്നിട്ട് വരാമെന്നാണ് പറഞ്ഞത്. ഇനി വരുമോ എന്താണെന്ന് അറിയൂല. അങ്ങനെ അവിടുന്ന് സാധനമൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ വേഗം ഓട്ടോറിക്ഷ കയറിയിട്ടോ. മിന്നുട്ടി മടിയിലായിട്ട് ഇരുന്നത്. എന്തായാലും ഞങ്ങൾ നല്ല രസമായിട്ടായിട്ട് പോയി വന്നത്. കാരണം എല്ലാവരും കൂടെ പോകുമ്പോൾ അതൊരു രസം തന്നെയാണല്ലോ. പിന്നെ ഇവരെ ഞങ്ങൾ അങ്ങാടിയിൽ ഇറക്കി. ഇവിടുന്ന് നടന്നു പോകാനുള്ള ദൂരമുള്ളൂ കേട്ടോ ഇവരെ വീട്ടിലേക്ക്. ഇവരെ രണ്ടുപേരും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ അമ്മേൻ്റെ അനിയത്തീൻ്റെ മക്കളാണ് കേട്ടോ, മിന്നുട്ടിയും ഗീതുട്ടിയും. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ ഞങ്ങൾ വീട്ടിലേക്കും പോന്നേ. അങ്ങനെ വീട്ടിലെത്തി. നല്ല ഇരുടായിട്ടുണ്ടായിരുന്നേ. വീട്ടിലേക്ക് ഇങ്ങോട്ട് എത്തുമ്പോൾ ലൈറ്റൊന്നും ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ പോകുമ്പോൾ അത് മറന്നുപോയി. ഫ്ലാഷ് ലൈറ്റ് അടിച്ചിട്ടാട്ടോ വീട്ടിൻ്റെ അവിടേക്ക് കയറിയത്. അങ്ങനെ വീട്ടിൽ കയറി പിന്നെ ഞങ്ങൾ വേഗം തന്നെ ചായ ഉണ്ടാക്കാൻ നോക്കിയിട്ടോ. അമ്മ ഉണ്ടാക്കിയ നല്ല നെയ്യപ്പും ചക്രക്കിഴങ്ങ് പുഴുങ്ങിയൊക്കെ ഉണ്ടായിരുന്നേ ചായക്ക്. അങ്ങനെ ഞങ്ങളിവിടെ വർത്താനൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ചായ കുടിച്ചേ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, കൂടെ നല്ല കമൻ്റൊക്കെ പറയുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇത്രയേ ഉള്ളൂ. ടാറ്റാ.